പുതിയ പ്രമോ വന്നിരിക്കുകയാണ് മക്കളെ. ഒരു രക്ഷയില്ലാത്ത പ്രമോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ജാസ്മിനെ ലാലേട്ടൻ പൊരിച്ചെടുക്കുന്നുണ്ട്, പൊരിച്ച് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് പറയുന്നത് ഹൈജീൻ 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 എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതിനുശേഷം ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ വീട്ടിൽ ചെരുപ്പ് ഉപയോഗിക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, അല്ല, എൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ജാസ്മിനെ കംഫർട്ട് അനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ന് ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ജാസ്മിന്റെ കംഫർട്ടിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ജാസ്മിന്റെ വീട്ടിലാവാം. ഇത് ബിഗ് ബോസ് വീടാണ്. ഇവിടെ താമസിക്കുന്നത് 19 തരത്തിലുള്ള മത്സരാർത്ഥികളാണ്. അവർക്കെല്ലാവർക്കും വൃത്തിയുടെ കാര്യത്തിലും എല്ലാത്തിലും പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കംഫർട്ട് ആക്കിക്കൊണ്ട് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. സ്വന്തം കംഫർട്ട് അവിടെ നോക്കാനായിട്ട് യാതൊരു തരത്തിലും പറ്റില്ല. ചെരുപ്പിടാതെ ബാത്റൂമിലൊക്കെ പോയിട്ട് അതിനുശേഷം വന്ന് ബെഡിലും അതുപോലെ അവിടെയുള്ള സോഫയിലൊക്കെ വന്നിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിട്ടുള്ള കാര്യമാണ്. അവർക്കത് അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനത്ത് അത് ലാലേട്ടനെ ചോദിക്കേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. മുമ്പ് നമുക്കറിയാം ചായയിലേക്ക് തുമ്മിയ ആ വിഷയം ലാലേട്ടൻ അത്ര പെരിപ്പിച്ചില്ലെങ്കിൽ പോലും ലാലേട്ടൻ അത് വീഡിയോ സഹിതം കാണിച്ചതാണ്. കൂടുതൽ പെരിപ്പിച്ച് അതിന് വിഷയമാക്കേണ്ട ഒരു പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതൽ വിഷയമാക്കിയില്ല. ഇനിയെങ്കിലും ശ്രദ്ധിക്കട്ടെ എന്ന് കരുതി. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പലതരത്തിലുള്ള ഹൈജീൻ അല്ലാത്ത കാര്യങ്ങൾ അവിടെ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ പിന്നെ ചോദ്യം ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. എന്തായാലും ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട്. ചോദിച്ച സമയത്ത് അവിടെ ജാസ്മിൻ പറയുന്നത്, ലാലേട്ടൻ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു, ഈ വീട്ടിൽ താൻ മാത്രമാണ് ചെരുപ്പ് ഉപയോഗിക്കാത്തത് എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അല്ല, ഞാൻ മാത്രമല്ല ചെരുപ്പ് ഉപയോഗിക്കാത്തത് എന്നവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടനും ജാസ്മിനും തമ്മിൽ അവിടെ ഒരു വാക്ക് തർക്കം നടന്നു എന്നുള്ള തരത്തിലാണ് പ്രമോ വന്നിരിക്കുന്നത്. ലാലേട്ടനെ അത്രയും കലിപ്പിളകിയിട്ട് ലാലേട്ടൻ ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമുക്ക് പ്രമോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഈ ജാസ്മിൻ്റെ വൃത്തിഹീനമായ പ്രവർത്തികൾ പലരും ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ജാസ്മിൻ ഉണ്ടാക്കിയ ഭക്ഷണം പോലും കഴിക്കാനായിട്ട് അവിടെയുള്ളവർക്ക് മടിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ജാസ്മിൻ ഇതുപോലെ വൃത്തികേടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ ജാസ്മിൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട് അറപ്പ് തോന്നില്ലേ? ഇപ്പം സ്വാഭാവികമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുമായിരുന്നു ജാസ്മിൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ആ വീട്ടിലുള്ള ഓരോരുത്തരും. പലർക്കും അറിയില്ല ജാസ്മിൻ ഇത്രയും വൃത്തിഹീനമായാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. സത്യത്തിൽ അതറിയാവുന്നത് വൈൽഡ് ഗാർഡിനാണ്. അവിടെ അകത്തുള്ളവർക്ക് എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് അറിയില്ല. വൈൽഡ് കാർഡായി വന്നവർക്കാണ് അത് കൃത്യമായിട്ട് അറിയാവുന്നത്. അവർ പുറത്തുനിന്ന് വീഡിയോ കണ്ട് വന്നു എന്നുള്ളത് കൊണ്ട് അവരാണ് അത് ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചിട്ടുള്ളതും. എന്തായാലും ജാസ്മിൻ്റെ ഹൈജീൻ അത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു വൃത്തിയുമില്ലാതെ ജാസ്മിൻ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രമോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജാസ്മിനെ പൊരിച്ചെടുക്കുന്ന പ്രമോ.